മുകുന്ദേട്ടാ, എണീക്കണില്ലേ? മുകുന്ദേട്ടാ. മുകുന്ദേട്ടാ, എണീക്കണില്ലേ? ഇന്നലെ എന്നെ കാണാൻ ആരെ പോലെയാന്നാ പറഞ്ഞേ? വൈറ്റാട്ടി ജാനു അല്ലേ? എന്റെ പ്രൊഫൈൽ പിക്ചറിന് എത്ര ലൈക്ക് കിട്ടിയെന്നറിയോ? 250. ദേ ഇതിൽ നോക്കേ, ഫേസ്ബുക്കിലെ ലൈക്കിന്റെ തൃശ്ശൂർ പൂരം നടക്കണേ. എന്റെ കോപ്പിലെ ഒരു പ്രൊഫൈൽ പിക്ചർ രാവിലെ തന്നെ പൊക്കടി അവിടുന്ന്. ഞാൻ കണ്ടുട്ടോ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക്. ആകപ്പാടെ 2 ലൈക്ക്, ഒന്ന് നിങ്ങളുടെ ഒന്ന് നിങ്ങളുടെ അസിസ്റ്റന്റിന്റെ. നാണാവണില്ലേ മൂന്തേട്ടാ നിങ്ങൾക്ക്? ഇല്ലടി, എനിക്ക് നാണാവില്ലടി. കണ്ട ഫ്രീക്കന്മാരുടെ ലൈക്ക് ഇട്ടിട്ട് വേണ്ടാടി എനിക്കരി മേടിക്കാൻ. പോയി ഫുഡ് എടുത്ത് മേടി. യുവാവിനെ കൊന്ന് ചാക്കിലാക്കിയ സംഭവത്തിൽ 45-കാരിയായ കാമുകി അറസ്റ്റിൽ. കോട്ടയം തൃക്കുറ്റാനം സ്വദേശി ശ്രീകലയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊട്ടേഷൻ സംഘത്തിന്റെ സഹായം. നിനക്കെന്തേലും ഇങ്ങനെ പ്ലാൻ ഉണ്ടെ നേരത്തെ പറയണം കേട്ടോ. വെറുതെ നമ്മളെ ഇങ്ങനെ ചാക്കി കയറ്റാൻ നിൽക്കണ്ട, ഞാനങ്ങ് പൊക്കോളാം. ദേ വേണമെങ്കിൽ വന്ന് കഴിച്ചോ, ഞാനെടുത്ത് തലയെ കമിഴ്ത്തൂട്ടോ. എന്തൊരു കഷ്ടം ഇത്. സുമിത്രേ, എന്തോട്ടാ? നിന്റെ പ്രൊഫൈൽ പിക്ചറിന് എത്ര ലൈക്ക് കിട്ടിയെന്നാ പറഞ്ഞേ? 250. അവരാരും നിന്റെ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല. വെറുതെ അല്ല 250 ലൈക്ക് കിട്ടിയത്. ദേ മുകുന്ദേട്ടാ, രാവിലെ തുടങ്ങിയ കേട്ടോ ആളെ ഒരുമാതിരി പൊട്ടനാക്കണ പരിപാടി. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നല്ല കാര്യം വരുമ്പോ നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാ ഈ ചൊറിച്ചില്. ഇപ്പൊ ഞാൻ പറഞ്ഞായി കുറ്റം. എന്തിട്ട് ഫുഡാടി ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഇഡലിയും മുട്ടക്കറി, ഒരുമാതിരി തൃശ്ശൂർ പൂരത്തിന് ഒട്ടകത്തിന് എഴുന്നള്ളിക്കും പോലെ. കണ്ണൂരിന് നോക്ക്, അത് വെള്ളയപ്പാ. അതെ വെള്ളയപ്പാണല്ലോ. ഇതാണോ വെള്ളയപ്പം? അവിടെ ഓലക്കമ്മേലെ ഒരു വെള്ളയപ്പം എടുത്തോളൂ കൂടി. എൻ്റെ അമ്മ, അതങ്ങനെ പിന്നിട്ട പോലത്തെ മുഖമല്ലേ രാവിലെ കണിയണ്ടേ? അപ്പോഴേ എനിക്കറിയാം ഇന്നത്തെ ദിവസം പോക്ക. അയ്യോ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ സ്വർഗാണല്ലോ. എനിക്കറിയാം എന്തുട്ടാ നിങ്ങളെ പ്രശ്നം എന്നുള്ളത്. എനിക്ക് കുറച്ച് കളർ കൂടി പോതല്ലേ? അതേടി, എനിക്ക് നിന്നെക്കാട്ടിൽ കളർ കുറവാ. എന്നിട്ടും നിന്റെ പെരട്ട നട്ട കൊപ്ര എന്റെ കയ്യിലെ കാശ് കണ്ടിട്ടല്ലേടി നിന്നെ എന്റെ തലയിൽ കെട്ടി വെച്ചത്. ദേ വേണ്ടാട്ടാ. ദേ എന്നെ എന്തുട്ട് വേണേലും പറഞ്ഞോ. എന്റെ വീട്ടുകാരെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. അവളുടെ ഒരു വെള്ളയപ്പവും പ്രൊഫൈൽ പിക്ചറും ഇവളെയൊക്കെ എടുത്ത് തലയെ വെച്ച് എന്നെ വേണം പറയാൻ. വരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. അതെ ഭക്ഷണം കഴിക്കണില്ലേ? 11 അന്തസ് വേണോടി, അന്തസ്. ഞാൻ പിന്നത് എന്തൊട്ട് ചെയ്യാനാ? വല്ല പട്ടിയും കിട്ടി പറയും. അതുകൊണ്ടാ ചോദിച്ചത്. നീ രാവിലെ പയറാ നിന്നെ വെളിച്ചായപ്പോ തുടങ്ങിയാണല്ലോ ഈ പിറുപിറു. ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് പോയി തരാമോ? എന്റെ വടക്കുന്നതാ, ഈ ശവത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കാതിരുന്നെങ്കിൽ സമാധാനത്തോടെ ജീവിക്കായിരുന്നു. ദൈവമേ, നല്ലൊരവധി ദിവസമായിട്ട് അവള് കൊളാക്കാതിരുന്നാ മതിയായിരുന്നു. എന്ത് ടോപ്പാണ് അവൾ ഉണ്ടാക്കിയത്. ഇവളെ ഇനി വല്ല ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ വിടേണ്ടി വരുമോ എന്തോ. ഡീ, എന്തിട്ട് കോപ്പാടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എടി, ഇതിന്റെ പേരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിട്ട് പോകും.
യുവാവിനെ കൊന്ന് ചാക്കിലാക്കിയ സംഭവത്തിൽ 45-കാരിയായ കാമുകി അറസ്റ്റിൽ. നിന്റെ നാവിറങ്ങിപ്പോയോ? അതോ ഇന്ന് ഫേസ്ബുക്കിൽ ലൈക്കിന്റെ തൃശ്ശൂർ പൂരം ഒന്നും ഇല്ലേ? നിങ്ങളുടെ ചെവിയിൽ എന്താ മൂട്ട പറ്റി കിടക്കുന്നുണ്ടോ? എന്തുട്ടാ? നിങ്ങളുടെ ചെവിയിൽ എന്താ മൂട്ട പറ്റി കിടക്കുന്നുണ്ടോ? ഞാനിവിടെ എത്ര നേരമായി കിടന്ന് വിളിച്ചു പോകുന്നു. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുള്ളതാണ്. കുറച്ച് സവാള വെട്ടിത്തരാൻ പറഞ്ഞിട്ട് രാവിലെ തന്നെ നിന്നങ്ങ് പൊട്ടം കളിച്ചോ? മാറങ്ങട്. വർക്കിംഗ് ആണല്ലോ. എന്താ ചേച്ചി ഗ്യാസാ? ഗ്യാസ് ആണേ പോയി മരുന്ന് മേടിക്കടോ. എന്താടോ? ഗ്യാസ് സിലിണ്ടറാണ്. ഗ്യാസ് സിലിണ്ടർ ആണോ? അകത്തോണ്ടൊന്ന് വെക്കേ. അല്ല ഫൈസലേ, ഓ, അവളെന്താ പറഞ്ഞേ? ഗ്യാസ് ഇവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞു. എന്തേ? ഒന്നുമില്ല. മുകുന്ദേട്ടാ, കുറച്ച് സവാള വെട്ടിത്തരാൻ പറഞ്ഞിട്ട് നിങ്ങളത് ചെയ്തോ? ആ ഡീ നിർത്തടി. കുറെ നേരമായല്ലോ നീ ചുണ്ടിട്ടനക്കുന്നു. എന്തേലും പറയാണ്ട വാദം ഒന്ന് പറ. ആ നിങ്ങൾ രാവിലെ എന്നെ കമ്പിളിപ്പോപ്പും കളിച്ചു നടന്നോ? ഞാൻ ഒരുത്തി ഉണ്ടല്ലോ ഇവിടുത്തെ പണി മുഴുവൻ എടുക്കാൻ. അല്ല, നീ ശരിക്കും സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താ അഭിനയിക്കാണോ? പുഞ്ചിരി തൂകും പുലരിയിലും അന്തിമയങ്ങും സന്ധ്യയിലും വാതോരാത്തൊരു പെണ്ണതി ഇവളാണേ. ഈ ജീവിതം കട്ടപ്പുകയാണേ. കാരണമില്ലാതിവനെന്നും അടിയുണ്ടാക്കും നേരത്ത് 3-4 ലോക മഹായുദ്ധം പോലെ ചേരേണ്ടത് ചേരുമാരണമേ. മുനയായിത്തീരുന്നെന്നാലും മുറിവേകിപ്പോകുന്നെന്നാലും ആ മുറിവൊരു ചെറിയൊരു സുഖമാണേ. പിരിയാനാവാത്തൊരു നോവാണേ. ഉടയവനരുളിയ പോലെന്നും ഹൃദയമൊരുക്കിയിരുന്നിടാം. ഈ ചെറു ജീവിതം മുഴുവനൊരുങ്ങിടാം. ഈ ജന്മം തഴുകി നടന്നിടാം. സത്യമായിട്ടും എനിക്ക് നിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷേ അതെങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയില്ല. ശരിക്കും ഇപ്പൊ നിന്റെ ശബ്ദം ഞാൻ ശരിക്കും മിസ് ചെയ്യാം.
ഷാജു, നമുക്ക് നമ്മുടെ ഈ ഡയറക്ടർ ബോർഡ് മുമ്പിലായിട്ട് തന്നെ നമുക്ക് മെസ്സേജ് കൊടുത്താലോ? എന്ത് മെസ്സേജ് അജിക്ക? ഓരോ ജീവിതങ്ങളിലും തുന്നിച്ചേർത്ത കുറേ ശബ്ദങ്ങളുണ്ട്. അവ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവ നമുക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നെന്ന്. ഇതൊക്കെ വർക്കൗട്ട് ആവും അജിക്ക? മാറ്റങ്ങൾ എന്നും സ്വീകരിക്കുന്നവരാടാ മലയാളി പ്രേക്ഷകർ. നീ ധൈര്യമായിട്ട് റണ്ടറിങ്ങിന് ഇട്ടോ.